കൂടെ നമുക്കെല്ലാവർക്കും മെയിൻസ് ലെവൽ ക്യു പെർസെൻറ്റേജ് അഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് താഴത്തെ ക്വസ്റ്റിലോട്ട് അടക്കാം. ക്വസ്റ്റിനെല്ലാം പെട്ടെന്ന് വായിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇയാൾ 40% കോസ്റ്റ് പ്രൈസിൻ്റെ മേലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്കൗണ്ട് 5 to 10% ചേഞ്ച് ചെയ്തപ്പോൾ ഇയാളുടെ പ്രോഫിറ്റ് 1500 കുറഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഇയാൾ 20% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് ഇയാൾക്ക് അറിയേണ്ടത്. അപ്പോൾ നോക്കിയേ, മാർക്ക് പ്രൈസിൽ നിന്നാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതല്ലേ. അപ്പോൾ മാർക്ക് പ്രൈസിൻ്റെ 5% ഡിസ്കൗണ്ട് കൊടുത്തു, അത് 10% ഡിസ്കൗണ്ട് ആയപ്പോൾ പ്രോഫിറ്റ് 1500 കുറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്ക് പ്രൈസിനകത്ത് എത്രയാണ് മാർജിൻ വന്നിരിക്കുന്നത്, എത്ര വ്യത്യാസം വന്നിരിക്കുന്നത്? 5%ലാണ് വന്നിരിക്കുന്നത്, അത് 1500 ആയിരിക്കും. അപ്പോൾ മാർക്ക് പ്രൈസ് ഇസ് ഈക്വൽ ടു 28,000 കിട്ടും നമ്മുടെ മാർക്ക് പ്രൈസ്. ഓക്കെ, ഇനി CPMP ഓൾറെഡി ഇയാൾ എത്ര പെർസെൻറ്റാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? 40% മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ലാസ്റ്റ് 20% ഡിസ്കൗണ്ട് കൊടുക്കും. 20% എന്ന് പറയുന്നത് 28. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 30. ഓക്കെ, അതായത് 112 എന്ന് വരും ഇയാളുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ എത്ര പ്രോഫിറ്റ്? 12 ആണ്. ഓക്കെ, ഇനി നോക്കിക്കോണേ, 150 പാർട്ടാണ് 28,000. ഓക്കെ, 140 പാർട്ടാണ് 28,000. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് 200 എന്നായിരിക്കും. ഒരു പാട്ട് 200 ആണെങ്കിൽ 12 പാട്ട് എത്ര? 12 × 200 2400 കിട്ടും നമുക്ക് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്താണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇയാൾ 69.23% ഡിസ്കൗണ്ടിൽ മേടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ MRPയും ഇയാളുടെ CPയും 16.66% 1/6 ആണ്. അപ്പോൾ 6 ഇതെങ്കിൽ ഇയാൾ 5 മേടിച്ചത്. ഇനി ഹാഫ് ഓഫ് ഈ CP റെൻറ്റിന് കൊടുത്ത് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ഏകദേശം 2.5 റെൻറ്റിന് കൊടുത്ത് കിട്ടി. എന്നിട്ട് ഇയാളത് ഹാഫ് എമൗണ്ടിന് ഹാഫ് MRPക്ക് വിറ്റു, അതായത് 3ക്ക് വിറ്റു. അപ്പോൾ ഇയാൾക്ക് 0.5 അല്ലേ മാർജിൻ പ്രോഫിറ്റ്? ഈ 0.5 200 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നത് 400 ആയിരിക്കത്തില്ലേ? നമുക്ക് കണ്ടുപിടിക്കുന്നതിൻ്റെ MRP ആണ്. MRP 6 പാർട്ടല്ലേ. അപ്പോൾ 6 × 4 24, 2400 എന്നിട്ട് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനെല്ലാം വായിച്ച് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഒരാൾ 2 പ്രോഡക്റ്റ് മേടിച്ചു, 50-75 അയാൾ മുടക്കി. അതിനുശേഷം അയാൾ 10% എയിൽ 10%, ബിയിൽ 12% പ്രോഫിറ്റ് കിട്ടാണ്. ഓവറോൾ 84 അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ്. പക്ഷേ 20% എയിലും 10% ബിയിലും കിട്ടുവാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 14% ആണ്. അത് അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ CPയുടെ റേഷ്യോ 2:3 എന്ന് കിട്ടും. ഓക്കെ, ഈ റേഷ്യോ വെച്ചിട്ട് ഫസ്റ്റ് കേസ് നിങ്ങൾ അലിഗേഷൻ ചെയ്യുക, 10, 12. അപ്പോൾ നടുക്ക് വരാൻ പോകുന്ന വാല്യൂ ഡിഫറൻസ് 2, സം 5. അപ്പോൾ ഒരുപാട് 0.4, ഇത് 0.8, ഇത് 1.2. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് വരാൻ പോകുന്നത് 11.2% എന്നാണ്. അതായത് ഫസ്റ്റ് കേസിലെ ടോട്ടൽ കോസ്റ്റ് പ്രൈസിൻ്റെ 11.2% എന്ന് പറയുന്നതാണ് അയാളുടെ പ്രോഫിറ്റ്, അതായത് 84. ഓക്കെ, ഈ 11.2 എന്ന് പറയുന്നത് 11 and 1/5 ആണ്. അപ്പോൾ 56/5 ആണ്. ബൈ 56 × 5 പെർസെൻറ്റേജ് 2 0 കൂടെ കൊടുക്കുക. ഓക്കെ, 7 × 8 7 × 12, ഇത് 1.5. 50 ഇവിടെ 1.5 25, 75, 750 കിട്ടും. ഓക്കെ, ഇയാളുടെ ടോട്ടൽ CP. ഇതിൽ നിന്ന് ഇയാൾ മുടക്കിയ 50 + 75 125 മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ ആദ്യം മുടക്കിയ 625 കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണേ. ക്വസ്റ്റിനെല്ലാം വായിച്ച് നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം മാത്രമെങ്കിലും വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ എയും ആർട്ടിക്കിൾ ബിയും, കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക് പ്രൈസ്. ഇവർ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസിനേക്കാളും 11 and 1/9% എബോവ് ആണെന്നാണ്. അപ്പോൾ ഫസ്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 9 പാർട്ടാണെങ്കിൽ രണ്ടാമത്തേന് മാർക്ക് പ്രൈസ് 1/9 കൂടുതൽ 10x ആയിരിക്കും. പിന്നെ അയാൾ 20% ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ 2 ഡിസ്കൗണ്ട് കൊടുത്ത് 8x അയാൾ വിൽക്കുന്നത്. അങ്ങനെ വിറ്റപ്പോൾ ആദ്യത്തിൽ 20% ലോസും രണ്ടാമത്തിൽ 33 1/3% പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. 33 1/3 പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേനും
ഇത് 6x ആയിരിക്കും, കാരണം 1/3 അല്ലേ, 2x. ഇനി ആദ്യത്തേൽ 20% ലോസാണ്. 20% ലോസ് ആകുമ്പോൾ 4/5. ഇപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി 5/4 കൊടുക്കണം. അപ്പോൾ 45/4 എന്ന് പറയുന്നത് 11.25x. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് 2 നിന്നുള്ള ടോട്ടൽ ലോസ് 75 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലോസാണ്, ഇവിടുത്തെ ലോസ് എന്ന് പറയുന്നത് 2.25. ഇവിടെ പ്രോഫിറ്റാണ് +2. അപ്പോൾ നോക്കി, -0.25 അല്ലേ മൊത്തത്തിൽ ലോസ് വരിക. 0.25 പാർട്ട് ലോസാണ്, അത് 75 ആണ്. അപ്പോൾ 1 പാർട്ട് എന്ന് പറയുന്നത് 300 ആയിരിക്കും. 1 പാർട്ട് 300 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 9x + 8x 17x. 17 × 300 എന്ന് പറയുന്നത് 5100. ഇതാണ് ആൻസർ. അടുത്തതിലോട്ട് പോവാം. ക്വസ്റ്റനെല്ലാം വായിച്ച് നോക്കുക, അതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്തോളാം. ഓക്കെ, ഇയാൾ 2 പ്രൊഡക്റ്റ് മേടിച്ചു. 1500-നും പിന്നെ അത് 1500-നാണ് മേടിച്ചത്. ആദ്യത്തെ X% പ്രോഫിറ്റ്, രണ്ടാമത്തത് ഇതിൽ എബോവ് മാർക്ക് ചെയ്തിട്ട് X ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ X - 6% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നോക്കാം, ഇവരുടെ CPയുടെ റേഷ്യോ 1:3 അല്ലേ. ആദ്യത്തത് വിറ്റത് X% പ്രോഫിറ്റിൽ, മൊത്തത്തിൽ കിട്ടിയത് X - 6% പ്രോഫിറ്റ്. ഇത് അലിഗേഷൻ ഇതാണ്. നമുക്ക് ഇവിടുത്തെ പ്രോഫിറ്റ് ഒരു സിമ്പിൾ വേരിയബിളിൽ കിട്ടും. ഓക്കെ, X - 6 വ്യത്യാസം 6 അല്ലേ, 3 6 അപ്പോൾ 1 2 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരണം? X - 8 വരണം. ഓക്കെ, ഈ X - 8 ആണ് രണ്ടാമത്തെ കേസിൽ വന്ന കേസിലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ പ്രോഫിറ്റ് X - 8% ആണെങ്കിൽ അത്രയും പെർസെൻറ്റേജ് ചേഞ്ച് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. X + Y + XY/100. അപ്പോൾ 2x എബോവ് മാർക്ക് ചെയ്തു, -x -2x × x/100. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കി. 2x - x എന്ന് പറഞ്ഞാൽ x ആണ്. x അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അല്ല വേണ്ട, x ഇതങ്ങ് വെട്ടിപ്പോവല്ലോ, നെഗറ്റീവായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ 8 = 2x²/100 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടാൻ പോകുന്നത്? 4 400 20. ഓക്കെ, 20 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വീഡിയോസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ, നിങ്ങൾ ബേസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീഡിയോസ് ഇപ്പോൾ കാണണ്ട. ബേസിക്സ് എല്ലാം പഠിച്ച് അത്യാവശ്യം പ്രിലിംസ് ലെവൽ എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യുന്ന ലെവലിൽ നിൽക്കുന്നവർ മാത്രം വീഡിയോസ് കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.